വചനം 26 വാക്കർത്ഥം. സഉസ്ലീഹി വഴിയെ ഞാനവനെ ഇട്ടുകരിക്കും, ഇട്ടുകാച്ചും. സഖർ സഖറിൽ സഉസ്ലീഹി സഖർ വഴിയെ ഞാനവനെ സഖറിൽ അഥവാ നരകത്തിൽ ഇട്ട് എരിക്കുന്നതാണ്. വചനം 27 വാക്കർത്ഥം. വമാ അദ്റാക നിനക്ക് എന്തറിയാം, നിനക്ക് അറിവ് നൽകിയത് എന്താണ്. മാ സഖർ സഖർ എന്താണെന്ന്. വമാ അദ്റാക മാ സഖർ സഖർ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം. വചനം 28 വാക്കർത്ഥം. ലാ തുബ്ഖി അത് ബാക്കി വെക്കുകയില്ല, വലാ തദർ വിട്ടുകളയുകയുമില്ല. ലാ തുബ്ഖി വലാ തദർ അത് ഒന്നിനെയും ബാക്കിയാക്കുകയില്ല, വിട്ടുകളയുകയുമില്ല. വചനം 29 വാക്കർത്ഥം. ലവ്വാഹത്തുൻ എരിച്ചു കരിച്ചു കളയുന്നതാണ്, മാറ്റം വരുത്തുന്നതാണ്, കരിവർണമാക്കുന്നതാണ്. ലിൽ ബഷരി തൊലിയെ ലവ്വാഹത്തുൻ ലിൽ ബശർ തൊലിയെ എരിച്ചു മാറ്റം വരുത്തി കളയുന്നതാകുന്നു. വചനം 30 വാക്കർത്ഥം. അലൈഹ അതിൻ്റെ മേലുണ്ട്, 19 19 പേർ. അലൈഹ 19 അതിൻ്റെ മേൽ നോട്ടത്തിന് 19 പേരുണ്ട്. വചനം 26 മുതൽ 30 വരെയുള്ളതിൻ്റെ വിശദീകരണം. നരകത്തിന് പല പേരുകളും ഖുർആനിൽ കാണാവുന്നതാണ്. അതിൽ ഒന്നത്രേ സഖർ. എല്ലാ പേരുകളെയും പോലെ ഇതും നരകത്തിൻ്റെ ഉഗ്രതയും കാഠിന്യവും കുറിക്കുന്നു. ഉരുക്കിക്കളയുന്നത്, കരിച്ചു കളയുന്നത് എന്നൊക്കെയാണ് അതിന് പദാർത്ഥം. ഏതൊരു വസ്തുവാകട്ടെ അതിനെ നരകത്തിലിട്ടാൽ അതതിനെ എരിച്ചു കളയാതെ ബാക്കി വെക്കുകയാകട്ടെ വിട്ടുകളയുകയാകട്ടെ ചെയ്യുകയില്ല. തൊലികളിലേക്കാളിച്ചെന്ന് അതിവേഗം അതിനെ കരിച്ച് നിറം മാറ്റി, നിറം മാറ്റം വരുത്തി കരിമയമാക്കുന്നതാണ്. നമ്മുടെ അഗ്നിയേക്കാളും എത്രയോ മടങ്ങ് ഉഗ്രതരമാണ് നരകാഗ്നി. എന്നിരിക്കലും അതിനാൽ ശിക്ഷിക്കപ്പെടുന്നവർ നിത്യയാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലാതെ അതിൽ അവൻ മരണമടയുന്നതല്ല, വല്ല വിശ്രമവും ലഭിക്കുമോ അതുമില്ല. ഖുർആൻ പറയുന്നു, ലാ യമൂതു ഫീഹാ വലാ യഹ്യ. സൂറത്തുൽ അഅല. ഒരിക്കലും മരണമടയുകയില്ല, ജീവിക്കുകയുമില്ല. ഇത് നരകാഗ്നിയുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല, നിരന്തരം ശിക്ഷ അനുഭവിക്കേണ്ടതിനായി അവരുടെ തൊലികൾ വെന്ത് കരിയുമ്പോഴേക്കും അല്ലാഹു വേറെ തൊലികളെ പകരം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. സൂറത്തുൻ നിസാ 46 വചനം. അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവരാകട്ടെ പരുഷ സ്വഭാവികളും കഠിനന്മാരായ മലക്കുകളുമാകുന്നു. അലൈഹ മലായിക്കത്തുൻ ഗിലാലുൻ ഷിദാദ്. സൂറത്തു തഹരീം. ഈ മേൽനോട്ടക്കാരായ മലക്കുകളെക്കുറിച്ചാണ് 19 പേരുണ്ട് എന്ന് ഇവിടെ അല്ലാഹു പ്രസ്താവിച്ചത്. ഇവരുടെ എണ്ണം 19 നിശ്ചയിച്ചതിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ, അല്ലാഹുവിന് മാത്രമേ അറിയൂ. എങ്കിലും അതിവിടെ പ്രസ്താവിച്ചതിലടങ്ങിയ ചില രഹസ്യങ്ങൾ അടുത്ത വചനത്തിൽ അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നുണ്ട്.